ആണല്ലോ. അപ്പൊ ഇവളിങ്ങനെ കമന്റ്സ് വായിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരും ചോദിക്കുന്നു പുതിയ പ്രൊജക്ട് പുതിയ പ്രൊജക്ട് ആണോ അതെന്താണ് ഇവർക്ക് മറ്റേ ക്യാപ്ഷൻ വായിച്ചിട്ട് മനസ്സിലാവണില്ലെന്ന് പറഞ്ഞിട്ട് മേലോട്ട് പോയിട്ട് നോക്കുമ്പോഴേക്ക് ക്യാപ്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞ ക്യാപ്ഷൻ ഇട്ടാലല്ലേ വായിക്കാൻ പറ്റൂ, വായിച്ചാലല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ അയ്യോ പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി. അപ്പൊ ഈ ഇൻസ്റ്റയിൽ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ടു ഫേസ്ബുക്ക് ആണ് എൻ്റെത്. അപ്പൊ എന്റേതാണ് ഇടുന്നത്. അപ്പോ ഇതേപോലെ സംഭവം അതിലും സംഭവിച്ചു. അങ്ങനെ രണ്ടിടത്തും പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. ബട്ട് സ്റ്റിൽ എന്നിട്ട് പോലും ആൾക്കാർ ഇത് ഒഫീഷ്യലായിട്ട് എടുത്തിട്ടില്ല. എല്ലാ ആൾക്കാരും പുതിയ പ്രൊജക്ട് എല്ലാവർക്കും പ്രോസസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ വീട് രണ്ടിലുമാണ് ശരിക്കും എല്ലാത്തിന്റെ ഒരു തുടക്കം അല്ല. അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടതും ഇഷ്ടപ്പെട്ടതും. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റോറി അറിയണം. നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സാധാരണ നമ്മളൊരു റൂമർ എന്തെങ്കിലുമൊക്കെ കേൾക്കും, പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. കാരണം നിങ്ങൾ സീരിയലിൽ നിങ്ങൾ പെയർ ആയത് കൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ആ ഒരു ഇതിലാണ് നമ്മളെല്ലാരും വിചാരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പറഞ്ഞപ്പോൾ നമ്മളെല്ലാരും ഭയങ്കര ഷോക്കാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ലവ് സ്റ്റോറി അറിയാൻ നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരണം. എവിടെ തുടങ്ങി, എങ്ങനെ കണ്ടു, എവിടെ വെച്ച് സംസാരിച്ചു, ആരാദ്യം പ്രപ്പോസ് ചെയ്തു, എല്ലാം പറയണം. ആക്ച്വലി ഞാനാണ് തുടങ്ങിയത്. ആണോ? ഞാൻ അങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്തു. എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ പ്രപ്പോസ് ചെയ്തു. പക്ഷെ പുള്ളിക്കാരൻ എന്നെ അങ്ങ് റിജക്ട് ചെയ്ത ആ സമയത്ത്. എങ്ങനെ പ്രപ്പോസ് ചെയ്തേ? ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷെ ഇത് എന്റെ അങ്ങനെയല്ല. നമ്മള് സിനിമയിലൊക്കെ കാണുമ്പോൾ ഫുൾ പ്രിപ്പയർ ഒക്കെ ചെയ്ത് ഓൺ ദി സ്പോട്ട് എല്ലാം പറയാന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ എത്തിയിട്ട് ഫുൾ ഇവിടെ വരെ എത്തി, പുറത്തേക്ക് വരണില്ല. ഞാൻ പറയാൻ തുടങ്ങും, ഷോർട്ടിന് വിളിക്കും, ഞാൻ പോവും, തിരിച്ചു വരും, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും, വീണ്ടും ഷോർട്ടിന് വിളിക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ബ്രേക്ക് ആയതിനു ശേഷം ഞാൻ പറഞ്ഞു. അപ്പോഴും ബ്ലഷ് ഒക്കെ അടിച്ചായിരുന്നു, പക്ഷെ അത് റിജക്ട് ചെയ്ത്. എന്തെങ്കിലും ക്ലൂ ഉണ്ടായിരുന്നോ ഈ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള എന്തെങ്കിലും ക്ലൂവോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആക്ച്വലി കുറച്ച് സൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്ത് സൈനാ കൊടുത്തേ? അല്ല, ആക്ച്വലി മിഡിയൻ്റെ സെറ്റിൽ ആദ്യം കമ്പനി ആയതും ഭയങ്കര ഫ്രണ്ട്ലി ആയതും ഞങ്ങൾ തന്നെയായിരുന്നു. പെട്ടെന്ന് കമ്പനി ആയത്. അപ്പോ അങ്ങനെ ഞങ്ങള് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന വെച്ചാല് ഞാൻ എൻ്റെ ഫാമിലി ഒക്കെ ദുബായും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കായിട്ട് അതിന്റെ കുറെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. എല്ലാം ഇഷ്ടമാണ്, കുറെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ പുള്ളിക്കാരത്തിനെ കുറിച്ച് ഞാൻ ചോദിക്കും. അപ്പം ക്ലാസ്സും പിന്നെ ആള് പഠിക്കായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ കുറച്ച് ഇങ്ങനെ ഉപദേശിക്കാറൊക്കെ ഉണ്ട്. റിജക്ട് ചെയ്തതിനു ശേഷം എനിക്കൊരു വലിയ ലെക്ചറും കിട്ടിയായിരുന്നു. അത് ഇപ്പൊ അങ്ങനെ വെറുതെ തോന്നുകയാണ്. മേ ബി സീരിയസ് അല്ലായിരിക്കും, നീ നിന്റെ സ്റ്റഡീസിന്റെ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ട്. ആക്ച്വലി ഞാൻ അതിന്റെ കുറച്ച് മുമ്പ് ഒരു ബ്രേക്കപ്പ് പറയട്ടെ. ഇവിടെ എന്തും പറയാം, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും കാണാണ്ടല്ലോ പുറത്തുനിന്ന്, അതുകൊണ്ട്. അപ്പോൾ ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഹാങ് ഓവർ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം ഞാൻ സെൽഫായിട്ട് ഒരു ലവ് ലൈഫ് ലവ് ലൈഫ് എനിക്ക് ലക്കല്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് സെൽഫായിട്ട് സിഗ്മ അടിച്ച് നടക്കുകയായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി പ്രപ്പോസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ഒന്ന്, ഞാൻ തീരുമാനിച്ച എൻ്റെ ലൈഫ് എന്നുള്ളൊരു സാധനം സിംഗിൾ ആയിട്ട് പോകാന്നുള്ളൊരു തീരുമാനത്തിനെ കുറിച്ചുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ യങ് ഏജ് ആണല്ലോ, അപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിയതായിരിക്കാം. കാരണം അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഏജിന്റെ ഒരു ക്രേസ് ആയിരിക്കും. കാരണം ഈ ഏജിലും എനിക്കും ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ. അത് ആധികാരികമായി അല്ല, ആലങ്കാരികമായി വന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇൻഫാക്ച്വേഷൻ ആയിരിക്കും. ഇത് ബൈ ടൈം അത് പോയിക്കോളും, അത് അത്ര സീരിയസ് ആയിരിക്കില്ല. പിന്നെ പുള്ളിക്കാരത്തി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം അറിയില്ലായിരുന്നു സംഭവങ്ങളൊന്നും. അപ്പൊ നമ്മളിങ്ങനെ ഒരു പല സമയത്തും ഞാനിങ്ങനെ സങ്കടപ്പെട്ട് കണ്ടപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ച് അറിഞ്ഞതാണ്. എന്താ വെച്ചാൽ അധികം ഞാനിങ്ങനെ ചില മൂഡ് ഓഫിൽ കാണുമ്പോൾ കൂടെ എപ്പോഴും വന്നിട്ട് ഞങ്ങളായിരിക്കും അധികം സീൻസ് ഒരുമിച്ച്, അധികം കാണുന്നത് ഒരുമിച്ച്. അപ്പം കൂടെ നിൽക്കുന്ന ആളൊരു മൂഡ് ചേഞ്ച് ആയെങ്കിൽ അറിയാലോ. കാരണം ആക്ച്വലി പുള്ളിക്കാർ ഭയങ്കര പോസിറ്റീവാണ്, ഭയങ്കര രസമാണ് ചിരിച്ച് കളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ. അപ്പൊ അതില്ലാത്തൊരു ടൈം നമുക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ ചോദിച്ച് അപ്പൊ ആദ്യം പറഞ്ഞില്ല. അപ്പൊ പിന്നെ സംഭവങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പം ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പൊ അത് വന്നതുകൊണ്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അങ്ങനെ പുള്ളിക്കാരത്തേക്ക്
ഒരു പീസ്, ഒരു സമാധാനമായി ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം മേ ബി വിശ്വാസം വന്ന് കാണില്ല എന്നെ ആയിരിക്കാലോ. അങ്ങനെ പിന്നെ പിന്നെ ഷെയർ ചെയ്ത സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും സമാധാനിപ്പിക്കുമ്പോഴൊക്കെ പുള്ളിക്കാരത്തേക്ക് അതൊരു സമാധാനം. അതാണ് സ്ലോലി ടേൺ ഇൻ ടു ലവ് എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. അതെ, കുറെ പ്രശ്നങ്ങളുടെ ഇടയിൽ ഒരു പീസ് കിട്ടുമ്പോൾ നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഡെഫിനറ്റ്ലി വീട്ടിൽ നിന്ന് കിട്ടാത്ത ഒരു സപ്പോർട്ടോ കെയറോ കിട്ടിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ ഒരു സപ്പോർട്ട് കൊടുത്തതുകൊണ്ടോ, ഒരു നമ്മളൊന്ന് കൺസേൺ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയത്. അതൊരു ഇഷ്ടമായിരിക്കില്ല, യഥാർത്ഥ ഇഷ്ടമായിരിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുപാട് ഉപദേശിച്ച് നിന്ന്. പിന്നെ പുള്ളിക്കാരത്ത് അത് സീരിയസ് ആയി വരുമ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ പഠിത്തം കംപ്ലീറ്റ് ചെയ്യും, നീ ഈ പ്രൊജക്റ്റൊക്കെ കഴിഞ്ഞിട്ട് പഠിത്തമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നെ കാണാതിരിക്കുന്ന സമയത്ത്, ഇപ്പം നമ്മളെപ്പോഴും കാണുകയാണല്ലോ, സീരിയലിന് വേണ്ടി കാണുകയാണ്, അപ്പം മേ ബി യു ഫീൽ ദാറ്റ്. അപ്പോൾ കാണാതൊക്കെ ഇരിക്കുമ്പോൾ കുറേ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. പക്ഷെ 1 year കൊണ്ട് നിനക്ക് ഇതിന്നൊരു കുറവുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ട് ചലഞ്ച് വെച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഈ 1 year കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, നീ അങ്ങനെ എടുക്കണ്ട, അപ്പോൾ ചലഞ്ചിന് വേണ്ടിയിട്ട് നീ അത് കീപ്പ് ചെയ്തുകൊണ്ട് പോകും, വെച്ചോണ്ട് പോകും. അപ്പം അങ്ങനെ വേണ്ട, നീ ഫ്രീ ആയിട്ട് വിട്. നിനക്ക് എന്താണോ നിനക്ക് തോന്നുന്നത്, നിന്റെ ഹാപ്പിനെസ്, നീ ചിരിക്ക്, നീ എൻജോയ് ചെയ്യ്, നീ ബി ഹാപ്പി ഇൻ യുവർ വർക്ക്, നിന്റെ പഠിത്തം കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം നാളെ എപ്പോഴും നിന്റെ അടുത്ത് ആരില്ലെങ്കിലും നിന്റെ കയ്യിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പവർഫുൾ ടൂൾ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനാണ്. എപ്പോഴും നിന്റെ കയ്യിലുള്ള ഒരു ധൈര്യം. അതിന് ആര് നിന്നെ ഒഴിവാക്കിയാലും നിന്റെ കാര്യം നിനക്ക് നോക്കാൻ നിന്റെ എഡ്യൂക്കേഷൻ മതി. അത് ഞാനായാലും വീട്ടുകാരായാലും ആരായാലും. അപ്പം നീ അത് കംപ്ലീറ്റ് ചെയ്യും, ഡിഗ്രി എടുക്കും, നീ നിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കും. എന്നിട്ട് നീ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നിനക്ക് അറിയും ആരെ നിനക്ക് വേണം, ആരെ നിനക്ക് വേണ്ട, എന്താണ് നിന്റെ ഇഷ്ടം, എന്താണ് നിനക്ക് ഇഷ്ടമില്ലാത്തത്. ഇപ്പോഴത്തെ നിന്റെ ഫേവറേറ്റ്സ് ആ ടൈമിൽ നിനക്ക് ഇഷ്ടമില്ലാത്തതാവും. ഇപ്പം നീ വിചാരിക്കുന്ന ഡിസ്റ്റർബൻസ് ആ സമയത്ത് നിന്റെ ലൈഫിൻ്റെ ഭാഗങ്ങളാവും. അപ്പം നീ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവുന്ന സമയത്ത് നീ തീരുമാനിക്കും. എന്നിട്ട് നീ ആ സമയത്ത് നിനക്ക് തോന്നുന്നെങ്കിൽ വാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതായി. പിന്നെ മിഡിലും അൺലക്കിയിൽ എനിക്ക് മിഡിലിൽ കുറച്ച് ഡേറ്റ് ക്ലാഷ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്ക് മാറേണ്ടി വന്നു. അല്ല, ഞാനൊരു തമിഴ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഡേറ്റ്, അപ്പൊ ഞങ്ങൾക്ക് മീഡിയ നിന്ന് മാറിയത്. എനിക്കൊരു ഡേറ്റ് ക്ലാഷിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു തമിഴ് പ്രൊജക്റ്റ് ആയിട്ടുള്ള. അപ്പൊ ഞാനത് ഓൾറെഡി കമ്മിറ്റ് ചെയ്തതായിരുന്നു. ഞാൻ മുമ്പേ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, ഐ മീൻ ഡേറ്റിന്റെ ക്ലാഷ് ഒക്കെ ആയിട്ട് എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു. സൽമാൻ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. പിന്നീട് പ്രണയത്തിലൊന്നും വിശ്വാസമില്ലാതെയായി. കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കുക, യാത്രകൾ ചെയ്യുക എന്നതൊക്കെയായിരുന്നു സൽമാന്റെ തീരുമാനം. ആ സമയത്താണ് മേഘ പ്രപ്പോസ് ചെയ്യുന്നത്. അത് പ്രായത്തിന്റെ പക്വതക്കുറവായിരിക്കും എന്ന് കരുതി സൽമാൻ റിജക്ട് ചെയ്തു. നീണ്ട ഒരു ഉപദേശവും തന്നു എന്നാണ് മേഘ പറയുന്നത്. മേഘയും ആ സമയത്ത് ചില ഫാമിലി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. അതിനൊക്കെ സൽമാൻ കൂടെ നിൽക്കുകയും ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തോന്നുന്നതാകും എന്ന് സൽമാൻ പറഞ്ഞു. ഇപ്പോൾ നീ പഠിക്കേണ്ട പ്രായമാണ്, ആദ്യം പഠനം പൂർത്തിയാക്കുക, ഇത് കാഷ്വലായി വിടൂ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിന്റെ ഉള്ളിൽ ഈ ഫീലിങ്സ് ഇതേപോലെ ഉണ്ടോ എന്ന് നോക്കൂ. ഉണ്ടാവില്ല, അപ്പോൾ പുതിയ ചുറ്റുപാടുകൾ നിന്നെ മാറ്റും എന്നൊക്കെ പറഞ്ഞാണ് സൽമാൻ ഒഴിവാക്കാൻ ശ്രമിച്ചത്. തങ്ങൾ 2 മതത്തിൽപ്പെട്ടവരാണ്, പ്രായവ്യത്യാസമുണ്ട്, എന്നാൽ ഇന്നത് വലിയ കാര്യമല്ല എന്നാണ് മേഘയും സൽമാനും പറയുന്നത്. പരസ്പര സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും വിശ്വാസവും ഉണ്ടെങ്കിൽ 2 പേരുടെ ജീവിതം അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് മേഘയും സൽമാനും പറയുന്നു. അതേസമയം മേഘയ്ക്ക് സൽമാനോട് ഒരു താല്പര്യമുണ്ട്, ഒരു ഇഷ്ടമുണ്ടെന്ന് മേഘയുടെ വീട്ടിൽ അറിയാമായിരുന്നു. ഈ 2 വീട്ടുകാർക്കും ഇങ്ങനെ ഒരു വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ കൂടി മേഘയുടെ അച്ഛൻ വിവാഹ സമയത്ത് രജിസ്റ്റർ ഓഫീസിൽ എത്തി അനുഗ്രഹിച്ചു എന്നും ഇവർ പറയുന്നുണ്ട്.